ഹലോ, എല്ലാവർക്കും ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മളുടെ മാങ്കുളത്തേക്ക് പോകുന്ന ഒരു ഓഫ് റോഡ് വഴി ഓപ്പൺ ആയിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ, നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാങ്കുളത്തേക്ക് 23 കിലോമീറ്റർ കൊണ്ട് നമുക്ക് മാങ്കുളത്തേക്ക് എത്താവുന്ന ഒരു വഴിയാണ്. അത് ഇപ്പോഴാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഒരുപാട് വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഇവിടെയുള്ള ആളുകൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പുറമേ നിന്നൊന്നും നമുക്ക് വരാൻ പറ്റില്ല. ഫുൾ ഓഫ് റോഡാണ്. അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ഒരുപാട് ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. 2 ആഴ്ചയായിട്ടുള്ളത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ആ വഴിയിലേക്കുള്ള യാത്രയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ബൈക്കുകാർക്ക് എൻട്രി ഇന്ന് മുതൽ അവർ ക്ലോസ് ചെയ്തേക്കാണ്. നിങ്ങളുടെ കയ്യിൽ വാഹനം ബൈക്കല്ല താറോ അങ്ങനെയുള്ള ഓഫ് റോഡ് പോകുന്ന അത്യാവശ്യം വാഹനങ്ങളുണ്ടെങ്കിൽ, ജിപ്സിയോ അങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. സ്വന്തം കാർ ഉപയോഗിച്ചിട്ട് പോകാൻ റിസ്ക്കാണ്. ആനയുണ്ട്. ആനയുടെ നല്ല ശല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ബൈക്കുകാർക്ക് എൻട്രി ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെയിറ്റ് കിട്ടല്ലേ, നമ്മളെ വണ്ടിക്ക് വേണം. പോയി കാശെടുത്തിട്ട് വേണം. ജസ്റ്റ് ഒന്ന് ഓക്കെ തീർന്നു എടുക്കാം. ഓക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ കടത്തിവിടാൻ പറ്റിയല്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്തം കടത്തിവിടാൻ നിങ്ങൾ ഒരാളെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരെയും കടത്തിവിടണ്ടേ? എല്ലാവരും അവരുടെ സ്ഥലത്തന്നെയാണല്ലോ പോകുന്നത്. എല്ലാവരും നിങ്ങളെ പുറകെ വന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അത് വന്നോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ ആരും ജീപ്പാർക്ക് വേണ്ടി എത്താൻ ചെയ്യാന്നുള്ളത് ആരാണെങ്കിലും പറയുകയാണെങ്കിൽ അല്ല, നിങ്ങൾ അത് ഇന്ന് വേണേലും ചെയ്തു. നമ്മളോട് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അടിയിൽ ആലോചിക്കുന്നതാണ് എനിക്ക് നിങ്ങളെ കടത്തിവിടാൻ പറ്റും. ഒരു മണിയാകുമ്പോൾ വിളിച്ചു ഓരോട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫോട്ടോ എടുത്തല്ലേ? ഫോട്ടോ എടുക്കാൻ ലോഡാവണ്ടേ? 41 ബാർ 35 21 41 ബാർ 35 21 02 02 14 ബാർ 14. യൂട്യൂബ് ചാനലുള്ള ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ സമയത്തിന് ശേഷം ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയേക്കാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വന്ന സ്ഥലമാണ്. നല്ല തിരക്കാണ്. ബൈക്കുകാർക്ക് നോ എൻട്രിയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള വഴി ഓപ്പൺ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ബൈക്കുകൾക്ക് എൻട്രി ഇല്ല. ഓൺലി കാറ്, താറ് അങ്ങനെയുള്ള ഓഫ് റോഡ് പോകുന്ന അത്യാവശ്യം ജിപ്സി കാര്യങ്ങളൊക്കെ, പിന്നെ അല്ലെങ്കിൽ പുറമേ നമുക്ക് ജീപ്പ് സഫാരി ഉപയോഗിച്ചും നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഞങ്ങൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാസിന് പൈസ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്ത് കൊടുക്കുന്നത്.
അല്ല ഒരു കയറി പോയി നന്നായി, നമുക്ക് പക്ക സമാധാനിച്ച് പോകും. അല്ലെങ്കിൽ ബാക്കി പോകണമെങ്കിൽ നമ്മളത്ര എഴുതി നന്നായിട്ട് അപ്പം ഇനി വന്നവനെ എഴുതി വരുമ്പോഴേക്ക് സമയം എടുക്കും. സോഫ്റ്റ്വെയറൊക്കെ മാറി കിടക്കുക, അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതാണല്ലോ, എഡിറ്റ് ചെയ്തിട്ട് ചൊവ്വ. നല്ല മനുഷ്യരല്ലേ? എടാ വൈശാലി ഗുഹ തുറക്കുന്നു കേട്ടോ. വൈശാലി ഗുഹ പോകണം, ഒരുപാട് വർഷത്തെ ആഗ്രഹം എൻ്റെ. ന്യൂ ഇയറിന് തുറക്കുന്നു, ക്രിസ്മസ് ന്യൂ ഇയറിന്. ഞാൻ ചിലപ്പോൾ വെട്ടം പോയി ഞാൻ വീടിട്ടുണ്ട്. പുള്ളി പറഞ്ഞില്ല അവന്റെ റിസ്കിലാണ്, ഞങ്ങളുടെ റിസ്കിലല്ല. അത്രയും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കൂടി പോയി വല്ല ആന ചവിട്ടിക്കൊന്ന് എന്ത് ചെയ്യും? നമുക്ക് ഇതിലാകുമ്പോൾ കയറിയെങ്കിലും ജീവിക്കാം. ഒരു 70% സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ. വണ്ടിയാ പോള് നോക്കാം, നല്ല ചവിട്ടൊരു ആന. കയറിപ്പോ ഗ്യാപ്പുണ്ടോ? വെള്ളം തെറിപ്പിക്കട്ടോ, മാറിക്കോട്ടെ. വിട്ടോ വിട്ടോ അങ്ങോട്ട് പറ ചേട്ടാ. വീഡിയോസ് ഉണ്ട് കേട്ടോ, പുറകെ വരാം.
എങ്ങനെ കയറ് ഒന്ന് ഓഫ് ചെയ്ത് വെള്ളം മേടിച്ചോ. നാളെ തന്നെ എടുത്ത് കിട്ടും, എന്നാലേ വൈറലാവുള്ളൂ. വാച്ച് ടവർ കുറച്ച് കട്ടികളുണ്ട്. പാലൊഴുകുമ്പാറ ഇത് മറ്റേ ഈറ്റാട്ട മണ്ണാരോടെ ഇത് മറ്റേ കോടനാടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആനകളുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഈറ്റാട്ട കൊണ്ടുകൊണ്ട് പോകും. മറ്റേ വണ്ടിയുടെ കയറി പോകണ്ട അതായിരിക്കും കേട്ടോ, അതേതാ അതിൽ കൂടെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്.
ആ വഴിയുണ്ടോ അതിലാണ് ഇറക്കി നമ്മളാ വീഡിയോ കണ്ടിരുന്ന ഇതിലേക്ക് ഇതിലേക്ക് കയറ്റിയുള്ളൂ വന്നില്ലല്ലോ. എന്താ അവിടെ നീ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാം. നമ്മുടെ മാമലക്കണ്ടത്ത് നിന്ന് ബൈക്കുകൾ കയറ്റി വിടുന്നില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. മാമലക്കണ്ടത്ത് ബൈക്കുകൾക്ക് എൻട്രി കൊടുക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ വരുന്ന വഴിയിൽ നമ്മളുടെ മാങ്കുളം ആനക്കുളം ഭാഗത്തുനിന്ന് ബൈക്കുകൾക്ക് എൻട്രി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 എക്സ്പൾസ് കയറി വരുന്ന പിള്ളേരെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വൺ സൈഡാണ് ബൈക്കുകൾക്ക് എൻട്രി കൊടുക്കുന്നത്, വൺ സൈഡ് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ എൻട്രി കിട്ടുന്നത് അവിടെ നിന്ന് കയറാൻ ശ്രമിക്കുക. ബൈക്കുകൾ മാക്സിമം വരാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും സഞ്ചരിച്ച് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം സെൻറ്റർ ആയിട്ടെന്ന് തോന്നുന്നു. നല്ല കൊടും കാടാണ് കേട്ടോ. ഫോണുകൾക്കൊന്നും യാതൊരുവിധ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ തന്നെയും നല്ല ഹെവി സ്പോട്ടാണ്. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്ടോ ഈ മാങ്കുളം ഇങ്ങനെയുള്ളൊരു വഴി കൂടെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഹൈക്കോടതിക്ക് ഈ സമയത്ത് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇങ്ങനൊരു എന്താ പറയുക ഉത്തരവ് വന്നതിന് പ്രകാരമാണല്ലോ നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ റോട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പോൾ ബൈക്കുകാർ മാങ്കുളം ആനക്കുളം ഭാഗത്തുനിന്ന് ചെക്ക് പോസ്റ്റ് വഴി ഇങ്ങോട്ടേക്ക് കയറി വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്ന്, അതായത് ഇന്ന് വീഡിയോ ഇടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന് നവംബർ 26-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ ഇതനുസരിച്ചിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടെന്നാണ് വന്ന വഴിയിലുള്ള 2 പേര് പറഞ്ഞത്. നല്ല ഭംഗിയാണ്, കാടിൻ്റെയൊക്കെ സെൻറ്ററിലാണ്.
ആനയുള്ള റൂട്ടാണ്. പക്ഷെ നമ്മൾ ഇത്ര നേരമായിട്ടൊരു ആനനെ കണ്ടില്ല. എന്തെങ്കിലും ഭാഗ്യത്താൽ നമുക്ക് ആന കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. പക്ഷെ ആന വന്നാലും കണ്ടോ വഴിയുടെ വീതി നിങ്ങൾക്കറിയാം കാണുമ്പോൾ. ചില സ്ഥലങ്ങളിൽ മാത്രം ഇതേപോലെ സൈഡ് ഒതുക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. എന്നല്ലാതെ വളരെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴി മാത്രമാണ് ഇവിടെ ഉള്ളത്. പുല്ലിക്കൂടെ പോകുന്നില്ലേ? അത് മീശപ്പള്ളിമലയിലേക്ക് പോകുമ്പോഴുള്ള നമ്മളന്ന് ചാവടി ഇറങ്ങിയില്ലേ, കട്ടൻ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല അടിപൊളി, അത് പുല്ല് വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സ്പോട്ടാണ് കാണാൻ. അതന്നെ. ക്ലച്ച് കത്തി. ആവാ വാ.
അതിമനോഹരമായ ഒരു മലനിരകൾ. ഗൈസ്, നമ്മൾ പോകുന്ന വഴി ഒരു ഏർമാടം കാണാൻ പറ്റും, കണ്ടോ. പിന്നെ ഒരു പാറയുടെ മുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ചെറിയൊരു കൂടാരം പോലെ. പോട്ടെ ഗൈസ്, അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളുടെ ഏകദേശം മാങ്കുളം എത്താറായിട്ടുണ്ട്. മാങ്കുളത്ത് ചെത്തുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ പാലോ എന്തൊക്കെയോ പണിയുന്നുണ്ട് ബാക്കിൽ, എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു പുഴ, ഈ പോകുന്ന ഈ തോട് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ കെട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം മാങ്കുളം എത്താറായിട്ടുണ്ട്. എന്തായാലും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, സ്പോട്ടാണ്. അത്യാവശ്യം ഓഫ് റോഡാണ്. എങ്കിൽ തന്നെയും നിങ്ങളുടെ കാറായിട്ട് വരുന്നവർ ശ്രദ്ധിച്ച് വരിക, കാരണം അടി ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട് പല സ്പോട്ടുകളിലും. 4 നമുക്ക് ഇടേണ്ടി വന്നില്ല, നമുക്ക് 4x4 ഗിയർ ഇട്ടിട്ട് ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല. എങ്കിൽ തന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള ഒരു കാറാണെങ്കിൽ സുഖമായിട്ട് കയറിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂട്ട് കൂടിയാണ്. എത്രയും പെട്ടെന്ന് ഈ റൂട്ടൊക്കെ വിസിറ്റ് ചെയ്യുക. നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് ചെന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാമലക്കണ്ട ചെക്ക് പോസ്റ്റിൽ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു 5 താറ് നമ്മൾ പകുതി എത്തിയപ്പോൾ റിട്ടേൺ വരാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഫോട്ടോ നമ്മൾ എങ്ങനെ പോണത് പറയില്ല, 2 വഴി കണ്ടു. അപ്പോൾ ഈ ലെഫ്റ്റിലേക്കുള്ള വഴി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടണൽ എന്തോ കാണാൻ പറ്റുന്ന, ആ ജിപ്സി മുമ്പിൽ വന്ന് ഒരു ജിപ്സിയും വേറൊരു ഗൂർക്ക അല്ലേ, ഗൂർക്കിലടെ ബൊലേറോ ആണല്ലേ, ബൊലേറോ ഉണ്ട്. 2 വണ്ടിക്കാരും ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഈ വഴി ഒന്ന് പോയി കഴിഞ്ഞാൽ സ്പോട്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അവർ നമ്മളുടെ ബാക്കിൽ തന്നെ ഉണ്ട്, നമ്മളവരുടെ ബാക്കിൽ തന്നെയാണ്. ചോദിച്ചു നോക്കി അവർ അവിടെ നിന്ന് തന്നെ ചോദിച്ചു നോക്കിയിട മോനെ, അവിടെ നിന്നുള്ള നേരെ വഴി
നമ്മുടെ തന്നെ എം ടി ഡയർ തന്നെയല്ലേ. ഗൈസ് എന്തായാലും നല്ല ഇതിലാണ് സ്പോട്ടാണ്. രണ്ട് പാറയുടെ ഇടയിൽ കൂടെ ഉള്ള വഴിയുണ്ടോ, നല്ല സിനിമക്ക് പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇതൊക്കെ. ഇത് നോക്കി അമ്പോ, ഇതേപോലത്തെ സ്ഥലമൊന്നും ഇന്നേ വരെ നമ്മൾ ഇടുക്കി കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും പുഴ കുറച്ച് കിടക്കുന്ന ആ വഴി തന്നെ. മറ്റു പുള്ളി പറയണ്ട അപ്പുറത്ത് എറണാകുളം. ഇപ്പുറത്ത് അതന്നെ, അപ്പുറത്ത് ഇവിടെയൊക്കെ ആകെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം റോഡിൻ്റെ പണികൾ നടക്കുന്നതാണ് ഇവിടെ. കലങ്ങും സൈഡ് കെട്ടലും ടാറിങ്ങും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതോ അറിയപ്പെടാത്ത എങ്ങും പരിചയമില്ലാത്ത ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് നമുക്കിവിടെ കാണാം.
കയറിക്കോ. ടാറ്റാനിക്ക് നമ്മുടെ മാങ്കുളം ഓഫ് റോഡ് യാത്രയിൽ വെള്ളത്തിൽ കൂടെ വണ്ടി പോകുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. അത് ഈ കാണുന്ന സ്പോട്ടാണ്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ വണ്ടി. ഇവർ അടിമാലിക്കാരാണ് കേട്ടോ. ഒരു ബൊലേറോ ഉണ്ട്, അതേപോലെ ഒരു ജിപ്സി ഉണ്ട്. 2 വണ്ടിയായിട്ട് അവർ വന്നിരിക്കുന്നത്. നേരെ ആനക്കുളത്തേക്കാണ് പോകുന്നത്.